ത്രീ വീൽ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് TVS കിങ് ഡൂറോ മാക്സിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദേ ഈ പൊക്കി വെച്ചേക്കണ മുതലിൻ്റെ ഉണ്ടാ ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. 225cc ലിക്വിഡ് കൂൾഡ് F5 എഞ്ചിനോട് കൂടി വന്നേക്കുന്ന ഈ ഒരു മുതലിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന ബോൾട്ട് 17ൻ്റെ സ്പാനർ ഉപയോഗിച്ച് അഴിക്കുന്ന ഒരു ബോൾട്ടാണ്. അപ്പോൾ അത് നമുക്ക് അഴിച്ചിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഓയിൽ ചോർത്തിയെടുക്കുക. അപ്പോൾ ഇതാണ് ചോർത്തി കഴിഞ്ഞപ്പോൾ ഓയിലിൻ്റെ അടിഭാഗത്തുള്ള കളർ കണ്ട കറുത്ത് നല്ല കറാന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓയിലിൻ്റെ സ്റ്റിക്കിൽ നമ്മൾ മുക്കി നോക്കുമ്പോൾ തണുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിനകത്തുള്ള അഴുക്കുകളാണെങ്കിലും കളറുകളാണെങ്കിലും നേരെ എഞ്ചിൻ്റെ താഴത്തേക്ക് എന്നിട്ട് തെളിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗമായിരിക്കും നമുക്ക് ഓയിലിൻ്റെ സ്റ്റിക്കിൽ കിട്ടുന്നത്. അപ്പം നമ്മൾ കളറ് നോക്കിയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു കളറ് വരുമ്പോഴേക്കും അടിയിലത്തെ ഇതായിട്ട് നല്ലോണം കുറുകി കഴിയുമ്പോഴാണ് ഓയിൽ നിങ്ങൾ നോക്കുന്ന ഈ ഒരു കളറിലേക്ക് മുകളിൽ വരുള്ളൂ. അപ്പം അത്രയും വൈകിക്കാൻ നിൽക്കണ്ട. ഒരു ഏകദേശം 8000 കിലോമീറ്ററിനുള്ളിൽ ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ TVS വാഹനത്തിന് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഓയിലിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 20W40 4T ഓയിലാണ് കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിച്ചോളണം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ലോക്കൽ കമ്പനീസ് ഓയിലുകൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഹൈ MRPയിൽ ഇട്ടിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചതികളിൽ പോയി പെടാതെ എപ്പോഴും ആദ്യമേ ഉണ്ടായിരുന്ന പോലത്തെ നല്ല ഓയിൽ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മളുണ്ടാ ഓയിൽ ഡ്രെയിൻ ചെയ്യണ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓയിൽ സ്റ്റിക്ക് ഊരി മാറ്റി വെച്ചേക്കണം. അപ്പം എഞ്ചിൻ്റെ അകത്തുള്ള എയർ പ്രഷർ പോയിട്ട് എഞ്ചിൻ ഓയിൽ അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓയിൽ ഫിൽറ്റർ മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ഫിൽറ്റർ ക്ലച്ച് കൊണ്ട് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓയിൽ ഫിൽറ്ററിൻ്റെ ഈ 3/10 നെട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്ററിൻ്റെ കപ്പ് നമുക്ക് റിലീസായി കിട്ടും. അപ്പോൾ ഈ കപ്പിലാണ് എഞ്ചിൻ്റെ ഓയിൽ പ്രഷർ സ്വിച്ച് വരുന്നത്. അതിൻ്റെ കണക്ഷനാണ് ഉള്ളത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഊരുക, അല്ലെങ്കിൽ 3 നെട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കപ്പ് പുറത്തേക്ക് റിലീസായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 3 നെട്ട് അഴിച്ചിട്ട് ആ കപ്പ് റിലീസ് ചെയ്തിട്ട് ഓയിൽ ഫിൽറ്റർ ഊരിയെടുക്കാം. ഇപ്പം നമ്മുടെ TVSൻ്റെ വാഹനങ്ങളിൽ ഡിലക്സ് മുതൽ ഡൂറോമാക്സ് പ്ലസ് വരെയുള്ള വാഹനങ്ങളിൽ ഈ എൻജിൻ പ്രഷർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കമ്പനി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഓയിൽ ഫിൽറ്റർ അയച്ചെടുക്കുക. ഓയിൽ ഫിൽറ്റർ നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. പക്ഷേ അതത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു തവണ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ കമ്പനിയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഓറിങ് കാണാം. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ ഓയിൽ ഫിൽറ്റർ. ചെറിയൊരു ഫിൽറ്ററാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഹൗസിങ്ങിൻ്റെ ഓയിൽ ചോർത്തിയിടാം. അപ്പോൾ ഹൗസിങ് ഓയിൽ ചോർത്താനായിട്ട് നമുക്ക് എൻജിൻ്റെ ബോൾട്ട് അഴിച്ച പോലെ തന്നെ 17ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അത് നേരെ താഴെയായിട്ട് വരുന്ന 17ൻ്റെ ബോൾട്ടാണ്. അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഡ്രെയിനായി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഹൗസിങ്ങിൽ ഓയിൽ ലെവൽ കുറവാണ്. കാരണം നാഴിക്കൂടെ ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലീക്കേജ് മാറ്റിയിട്ട് വേണം നമുക്ക് ഹൗസിങ്ങിൽ ഓയിൽ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ ഓയിൽ സ്റ്റെയിനർ അഴിക്കുന്നത്. അപ്പോൾ ഓയിൽ സ്റ്റെയിനർ ഓയിൽ ഫിൽറ്ററിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വന്നത്. അപ്പോൾ 2/10 നെട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓയിൽ സ്റ്റെയിനറിൻ്റെ കവറ് നമുക്ക് റിമൂവ് ആക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒഴിക്കുന്ന ഓയിലിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഫിൽട്രേഷൻ നടക്കുന്നത് ഈ ഓയിൽ സ്റ്റെയിനർ വഴിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എഞ്ചിൻ്റെ അകത്ത് ആദ്യത്തെ പ്രോസസ്സിങ് നടക്കുന്നത്, അതായത് എൻജിൻ ഓയിൽ ഫിൽട്രേഷൻ പ്രോസസ്സിങ് നടത്തുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ ഓയിൽ സ്റ്റെയിനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലരും കാണാനോ ഇത് മാറ്റാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ദേ ഈ കാണുന്ന പോലെയാണ് നമ്മൾ ഓയിൽ സ്റ്റെയിനർ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും അതിൻ്റെ അകത്തെ മെറ്റൽ തരി കണ്ട അഴുക്കുകൾ, അതിൻ്റെ അകത്ത് എൻജിൻ ഓയിലിൽ എൻജിൻ്റെ അകത്ത് വരുന്ന ഫിൽറ്ററുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ബോണ്ടോ അല്ലെങ്കിൽ പാക്കിങ്ങിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഫിൽറ്റർ ചെയ്യുന്ന സാധനമാണിത്. ഇത് ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്താണ് റീയൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഉണക്കി നമ്മൾ റീസെറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അഴുക്കുകൾ കണ്ട. അപ്പം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത്. നല്ലോണം ക്ലീൻ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ നെറ്റ് പൊട്ടുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് മെറ്റൽ പാർട്സ് വന്ന് ഇത് അടഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മളിത് ചേഞ്ച് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻജിൻ ഓയിൽ ഫിൽറ്റർ ഫിറ്റിംഗ് ആണ്. ഇതാണ് എൻജിൻ ഓയിൽ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലായിരിക്കും നമുക്കൊരു ഫിൽറ്റർ കിട്ടുക. അപ്പോൾ ഇതിന് 2 പൊസിഷൻ ഉണ്ട്. ഒന്ന് വലിയ ഹോളും പിന്നെ ഒരു ഹോളില്ലാത്ത ഭാഗവും. അതായത് എയർ ഫിൽറ്റർ പോലെ, ഡീസൽ വണ്ടികളുടെ എയർ ഫിൽറ്റർ പോലെയാണ് ഇത്. അപ്പോൾ ഹോളുള്ള ഭാഗം നമുക്ക് എൻജിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. ആ സ്റ്റെപ്പിലേക്ക് കയറി ഇത് സെറ്റായിട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വേണം അതിങ്ങനെ കയറ്റാനായിട്ട്. കപ്പ് വരുന്ന ഭാഗത്തേക്ക് പുറത്തേക്ക് അടഞ്ഞ ഭാഗവും ഹോളുള്ള ഭാഗം എൻജിൻ്റെ അകത്തേക്കും പോകുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇതിൽ നമുക്ക് അടുത്തതായിട്ട് സെറ്റ് ചെയ്യാനുള്ളത് ഓയിൽ ഫിൽറ്ററിൻ്റെ കപ്പാണ്. അപ്പം നല്ലോണം ക്ലീൻ ചെയ്ത് നല്ല തുടച്ച് നല്ല മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി തുടച്ചെടുക്കുക. പിന്നെ ഇതിനകത്ത് ചെറിയൊരു ആരോ മാർക്ക് ഉണ്ട്. ആ ഒരു ആരോ മാർക്ക് മുകളിലേക്ക് വരുന്ന, അതായത് ക്ലച്ച് കവറിൻ്റെ ഏറ്റവും മുകളിലേക്ക് വരുന്ന പൊസിഷനിൽ വേണം നമ്മളിത് കവർ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കവർ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷനിലാണെങ്കിൽ മാത്രമേ ഈ 3 സ്റ്റഡും ആ ഹോളിൽ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഏത് കറക്റ്റ് രീതിയിലാണോ കയറുന്നത് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ആരോ മാർക്ക് മുകളിൽ വരും. അത്രേ ഉള്ളൂ ആ സെറ്റിങ്. അപ്പോൾ ഇനി 3 നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് ഓയിൽ സ്റ്റെയിനർ. അപ്പോൾ കഴുകിയെടുത്ത് ക്ലീൻ ചെയ്തെടുത്ത ഓയിൽ സ്റ്റെയിനറാണ്. അപ്പോൾ ഈ ഓയിൽ സ്റ്റെയിനറിന് തന്നെ 2 പൊസിഷൻ ഉണ്ട്. ഒരെണ്ണം നീളം കൂടിയതും ഒരു സൈഡ് നീളം കുറവും. അപ്പോൾ നീളം കുറവുള്ള ഭാഗം വേണം അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ അകത്തേക്ക്, വലിയ ഭാഗമാണെങ്കിൽ അകത്തേക്ക് കയറത്തില്ല. പിന്നെ ഓയിൽ സ്റ്റെയിനറിൻ്റെ പ്ലേറ്റ് ഫിറ്റ് ചെയ്യണ മുന്നേ നല്ല രീതിയിൽ തുടച്ച് അവിടെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഓറിഞ്ഞ് പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ അതിൽ ലീക്ക് വരാനോ ചാൻസ് ഉണ്ട്. അപ്പം അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനായിട്ട് നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്ത് കണ്ട. ഇതേപോലെ തന്നെ സ്റ്റെയിനറിലും ഒരു മാർക്കുണ്ട്. ഈ ഒരു മാർക്ക് മുകളിലേക്ക് വരണം. ഇത് തല തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബോൾട്ടിങ് കറക്റ്റ് ആവില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഓറിങ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓറിങ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് സ്റ്റെയിനറിൻ്റെ കവറിൽ വരുന്ന ഓറിങ്. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് നെറ്റ് ചെയ്യുക, നെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ആ സമയത്തിനുള്ളിൽ ഓയിലെല്ലാം എൻജിൻ ഓയിലിൽ നിന്ന് ഡ്രെയിനായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്ത ബോൾട്ട് റീഫിറ്റ് ചെയ്യാം. റീഫിറ്റിംഗ് ചെയ്ത് ടൈറ്റ് ചെയ്യുമ്പോൾ എൻജിൻ്റെ ബോൾട്ട് ലോങ് ആയിട്ട് പിടിക്കരുത്. ജസ്റ്റ് ടൈറ്റായി എന്ന് ഉറപ്പ് വരുന്ന രീതിയിലുള്ള ടൈറ്റിങ് മാത്രം മതി. കാരണം അതിൻ്റെ ത്രെഡ് എപ്പോൾ വേണമെങ്കിലും പോകാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എൻജിൻ ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഡൂറോമാക്സിൻ്റെ എൻജിൻ ഓയിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് മൊത്തം 2 ലിറ്ററാണ്. അതിൽ 750 ml എൻജിനിലും 250 ml ഹൗസിങ്ങിലുമായിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള സപ്പോർട്ടും പ്രോത്സാഹനവും ഉണ്ടായിരിക്കും എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.